ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനുമായിട്ടിത് ചെറിയൊരു ഡിഫറൻസ്. ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് സിമ്പിൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ നോർമലി ബഡ്ജറ്റിൻ്റെ അകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസേ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അത് മൈന്യൂട്ട് ഡിഫറൻസ് ആണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ എന്താക്കുന്നത്, അതുമായിട്ട് ഡിഫറെൻ്റ് ആക്കുന്നത്. കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ. എ കമ്പനി ഈസ് കറൻ്റ്ലി വർക്കിംഗ് അറ്റ് 50% capacity and produces 10,000 units. Prepare a flexible budget and estimate the profits of the company when it works at 60 and 80%. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു കമ്പനി 50% കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതായത് അവർ കപ്പാസിറ്റി എത്ര, അവരുടെ 100% കപ്പാസിറ്റി എത്രയാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത് 50% കപ്പാസിറ്റിയിലാണ്. അതിൽ അവർക്ക് 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവർ 60% കപ്പാസിറ്റിയിലും അതേപോലെ തന്നെ 80% കപ്പാസിറ്റിയിലും വർക്ക് ചെയ്താൽ അവർക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കണം. നോട്ട് ചെയ്യുക, അവിടെയാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. എത്ര പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കണം. കോസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, പ്രോഫിറ്റും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. പിന്നെ എന്താ നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്, അറ്റ് 50% കപ്പാസിറ്റി ദ പ്രൊഡക്റ്റ് കോസ്റ്റ് ₹90 per unit and is sold at 100 per unit. The unit cost of 90 is made up as follows. അപ്പോൾ 50% കപ്പാസിറ്റിയിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. അത് വിൽക്കുന്നത് 100 രൂപക്കാണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ മേത്തിൽ നമുക്ക് 10 രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ എങ്ങനെയാണ് ആ 90 റുപ്പീസ്, ഒരു യൂണിറ്റിന് 90 റുപ്പീസ് ആവുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് പിന്നെ തന്നിട്ടുള്ളത്. എങ്ങനെയാണ് 90 റുപ്പീസ് ആവുന്നത്? റോ മെറ്റീരിയൽസ് 50 രൂപ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ റോ മെറ്റീരിയൽസ് എത്ര രൂപയാണ്? 50 റുപ്പീസാണ്. ലേബർ എത്ര രൂപയാണ്? 15 റുപ്പീസാണ്. ഫാക്ടറി എക്സ്പെൻസസ് 15 റുപ്പീസാണ്. നോട്ട് ചെയ്യുക, അവിടെ ബ്രാക്കറ്റിൽ 40% ഫിക്സ് എന്ന് എഴുതുന്ന അതിൻ്റെ അർത്ഥം ഫാക്ടറി എക്സ്പെൻസസ് 15 റുപ്പീസ് ഉള്ളതിൽ അതിൻ്റെ 40% എന്താണ്? ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ള 60% വേരിയബിളുമാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എത്രയാണെന്ന് എഴുതിയ 10 ആണ്. അതിൻ്റെ അകത്തും 50% എന്താണ്? ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ള 50 വേരിയബിളുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡും വേരിയബിളും തമ്മിൽ എന്താ അതിൻ്റെ റിലേഷൻ, എങ്ങനെ അത് കാണണം എന്നുള്ള നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻഫോർമേഷൻ, അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, at 60% capacity it is estimated that raw material cost will increase by 2% and selling price will decrease by 2%. അപ്പോൾ വേറൊരു ഇൻഫോർമേഷൻ തന്നു. അപ്പോൾ ഇത്രയും നേരം നമുക്ക് തന്ന ഇൻഫോർമേഷൻ എല്ലാം 50% കപ്പാസിറ്റിയിലായിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ 60% കപ്പാസിറ്റിയിൽ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരാനുണ്ട്. എന്താ വ്യത്യാസം വരാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്താവും? കൂടും. 50% നിന്ന് 60%ലേക്ക് പോകുമ്പോൾ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 2% കൂടും. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് എന്താവും? കുറയും. സെല്ലിംഗ് പ്രൈസ് 50% എത്രയാണോ സെല്ലിംഗ് പ്രൈസ് ഉള്ളത് അതിൽ നിന്ന് എന്താവും? 2% കുറയും. ഇനി ഒരു ഇൻഫോർമേഷൻ കൂടി ഉണ്ട്. അറ്റ് 80% കപ്പാസിറ്റി റോ മെറ്റീരിയൽ കോസ്റ്റ് വിൽ ഇൻക്രീസ് ബൈ 5% ആൻഡ് സെല്ലിംഗ് പ്രൈസ് വിൽ ഡിക്രീസ് ബൈ 5%. അതേപോലെ തന്നെ 80% കപ്പാസിറ്റി ഉണ്ടാവും. റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 5% കൂടും. സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവും 5% കുറയും. അപ്പോൾ ഇതും കൺസിഡർ ചെയ്യണം. ഈ കാര്യങ്ങൾ ഇവിടെ അഡീഷണൽ ആയിട്ട് കൺസിഡർ ചെയ്യാണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഏരിയാസ് ആണുള്ളത്. ഒന്ന്, ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് മാത്രം എസ്റ്റിമേറ്റ് ചെയ്താൽ പോരാ. ഇവിടെ നമുക്ക് 50% കപ്പാസിറ്റിയും 60% കപ്പാസിറ്റിയും 80% കപ്പാസിറ്റിയിലും ടോട്ടൽ കോസ്റ്റും പിന്നെ എന്തും കണ്ടുപിടിക്കണം? പ്രോഫിറ്റും കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഫിക്സ്ഡ് എക്സ്പെൻസും വേരിയബിൾ എക്സ്പെൻസും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സാധനത്തിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡീൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഡീൽ ചെയ്യണം. പിന്നെ നോക്കേണ്ടത് 60% കപ്പാസിറ്റീൻ്റെ ബഡ്ജറ്റ് ചെയ്യുമ്പോഴും 80% കപ്പാസിറ്റീൻ്റെ ബഡ്ജറ്റ് ചെയ്യുമ്പോഴും ആ പറഞ്ഞ ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയലും ഡിക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും നല്ലോണം വായിച്ചാൽ തന്നെ നമുക്ക് പകുതി ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ
സോൾവ് ചെയ്യുന്നതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കും. ഫ്ലെക്സിബിൾ വെർട്ടിക്കൽ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റ് സൃഷ്ടിക്കുക. നമ്മളോട് 3 കപ്പാസിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? 50% കപ്പാസിറ്റി, 60% കപ്പാസിറ്റി, അതേപോലെ തന്നെ 80% കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് 50% കപ്പാസിറ്റിയിൽ എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നു. എത്രയാണ് 50% കപ്പാസിറ്റി യൂണിറ്റ്സ്? 10,000 യൂണിറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ നോർമലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് 60% കപ്പാസിറ്റിയിൽ എത്ര യൂണിറ്റ്. അപ്പോൾ 50% കപ്പാസിറ്റിയിൽ 10,000 യൂണിറ്റ്സ് ആകുമ്പോൾ നോർമലി സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 60% 12,000, 80% 16,000. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓരോ കപ്പാസിറ്റിയിലായിട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമുക്ക് എന്തിനു ചെയ്യാം? ആദ്യം നമുക്ക് 50% കപ്പാസിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഉള്ള കപ്പാസിറ്റിയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം എന്തിനാണ്? പെർ യൂണിറ്റ് ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ പെർ യൂണിറ്റിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ ഇവിടെയും അതിനെ ഇൻറ്റു യൂണിറ്റ്സ് ചെയ്തിട്ട് ടോട്ടലാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം റോ മെറ്റീരിയൽ ആണ്. ഫസ്റ്റ് ഐറ്റം ഈസ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽസ് എത്രയാണ് നമ്മൾ പെർ യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റോ മെറ്റീരിയൽസ് 50 പെർ യൂണിറ്റ് ആണ്. 50 ആണ് പെർ യൂണിറ്റ് പ്രൈസ്. 50 ആകുമ്പോൾ ഒരു യൂണിറ്റിന് 50 രൂപ ചെലവാകുമ്പോൾ 10,000 യൂണിറ്റ്സിന് എത്രയാവും? 5 lakh. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽസ് ആണ്. ഇനി ഇതേപോലെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലേബർ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ലേബർ എത്രയാണ്? ലേബർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെർ യൂണിറ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 15 റുപ്പീസ് ആണ്. പെർ യൂണിറ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 15 റുപ്പീസ് ആണ്. അപ്പൊ ഒരു യൂണിറ്റിന് 15 റുപ്പീസ് ആകുമ്പോൾ 10,000 യൂണിറ്റ്സിന് എത്രയാവും? 1,50,000. 1,50,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടോ? ഇല്ല, ഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? യു ക്യാൻ കോൾ ദിസ് ആസ് പ്രൈം കോസ്റ്റ്. അപ്പൊ പ്രൈം കോസ്റ്റ് എത്ര വന്നു? പ്രൈം കോസ്റ്റ് എത്രയാണ്? 65 and 6,50,000 ആയി നമ്മുടെ പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത സാധനം എന്താ തന്നിട്ടുള്ളത്? അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് ഫാക്ടറി എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. അടുത്ത തന്നിട്ടുള്ളത് ഫാക്ടറി എക്സ്പെൻസസ് ആണ്. അപ്പൊ ഫാക്ടറി എക്സ്പെൻസസ് ശ്രദ്ധിക്കണം. ഫാക്ടറി എക്സ്പെൻസസിൽ പക്ഷേ ചെറിയൊരു കറക്ഷൻ വരുത്താനുണ്ട്. എന്താന്ന് വെച്ചാല് ഫാക്ടറി എക്സ്പെൻസസില് നമ്മളോട് പറഞ്ഞു 15 ആണ് നമുക്ക് ഫാക്ടറി എക്സ്പെൻസ് തന്നിട്ടുള്ളത്. പക്ഷെ അതില് 40% മാത്രമേ എന്തുള്ളൂ? ഫിക്സ്ഡ് ഉള്ളൂ. 40% മാത്രമേ എന്തുള്ളൂ? ഫിക്സ്ഡ് ഉള്ളൂ. ബാക്കിയുള്ള 60% എന്താണ്? വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. നമുക്ക് ഫ്ലെക്സിബിൾ കോസ്റ്റിംഗ് പഠിച്ചു, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. എന്തായിരുന്നു കോൺസെപ്റ്റ്? നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്താവും? കുറയും. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കും? സെയിമും. അപ്പോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫാക്ടറി എക്സ്പെൻസസില് ഫിക്സ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഫിക്സ്ഡ് പറയുന്നത് 40% ആണ്. Or 40% of what? 40% of 15. 40% of 15 എത്രയാണ്? 40% of 15 is rupees 6. അപ്പൊ 6 ആണ് ഫിക്സ്ഡ്. 6 ഫിക്സ്ഡ് ആകുമ്പോൾ ഇൻടു യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 60,000. ഇനി അടുത്തത് വേരിയബിൾ ആണ്. വേരിയബിൾ എത്രയാണ്? വേരിയബിൾ എത്ര വരും? വേരിയബിൾ വരുന്നത് 60% ആണ്. 60% എന്ന് പറഞ്ഞാല് ബാക്കി 15ന്റെ അകത്ത് 6 ഇവിടെ പോയി ബാക്കിയുള്ളത് 9 ആണ്. 9 into 10,000 and that is 90,000. ഓക്കെ, അപ്പൊ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ഫാക്ടറി കോസ്റ്റ് this is our factory cost. ഇനി ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? This is our factory cost. ഇനി ഫാക്ടറി കോസ്റ്റ് എത്ര? ഫാക്ടറി കോസ്റ്റ് 65 plus
15, that is 80, and 6,50,000 plus 1,50,000, that is 8 lakh. 8 lakh. Okay, ഇനി നമുക്ക് തന്നിരിക്കുന്ന അടുത്ത എക്സ്പെൻസ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുള്ളത് 10 ആണ്. 10ൽ ഫിക്സ്ഡ് 50, വേരിയബിൾ 50. അപ്പം 10ൽ ഫിക്സ്ഡ് തന്നിട്ടുള്ളത് 50%. ഫിക്സ്ഡ് തന്നിട്ടുള്ളത് എത്രയാണ്? 50%. അതായത് 10ൽ 50%, that is 5. 5 into 10,000, that is 50,000. അതേപോലെ തന്നെ വേരിയബിൾ തന്നിട്ടുള്ളത് എത്രയാണ്? 50% ആണ്. And that is 5 again. 5 into 10, that is 50,000 again. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെയുള്ള സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് തന്നിട്ടില്ല. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ കോസ്റ്റ് അപ്പൊ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ടോട്ടൽ കോസ്റ്റ് നമുക്ക് 80 plus 10, 90, and this will be 9 lakh. അപ്പൊ ഇവിടെ നമ്മള് നമ്മള് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യൂ? എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മളിവിടെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇതുവരെ ചെയ്താൽ പോലെ കോസ്റ്റ് വരെ ചെയ്താൽ പോലെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രോഫിറ്റും കമ്മി. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ 50% കപ്പാസിറ്റിയിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരെ കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരെ കണ്ടുപിടിച്ചാൽ പോരാ, നമുക്ക് പ്രോഫിറ്റ് വരെ കണ്ടുപിടിക്കാം. നമുക്ക് പ്രോഫിറ്റ് എല്ലാത്തിനെയും കണ്ടുപിടിച്ച് നമുക്ക് സ്പേസിന്റെ കുറവുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി കണ്ടുപിടിക്കാം. ഇനി അടുത്തത് 60% കപ്പാസിറ്റി. 60% കപ്പാസിറ്റി പറഞ്ഞാൽ എത്ര യൂണിറ്റ്സ് ആണ്? 12,000 യൂണിറ്റ്സ്. നമ്മൾ നേരത്തെ അതിന്റെ കാൽക്കുലേഷൻ കണ്ടു. 60% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 12,000 യൂണിറ്റ്സ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഒന്നിന്റെയും പെർ യൂണിറ്റ് ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ട് പെർ യൂണിറ്റ് ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ട് ഇല്ല. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പഠിച്ചു. ഞാൻ നിങ്ങളോട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ തന്നെയാണ് കോൺസെപ്റ്റ് നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം എടുത്തു പറഞ്ഞതാണ്. എന്തായിരുന്നു വെച്ചാൽ വേരിയബിൾ കോസ്റ്റിന്റെയും ഫിക്സ്ഡ് കോസ്റ്റിന്റെയും രണ്ട് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ രണ്ട് കോൺസെപ്റ്റ്സ് നമ്മൾ അവിടെ പഠിച്ചു. എന്തായിരുന്നു? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നും ഫിക്സ്ഡ് കോസ്റ്റ് decreases by increase in units എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ആ കോൺസെപ്റ്റിന്റെ അപ്ലിക്കേഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇവിടെ എത്രയാണ് നമുക്ക് വരുന്നത്? റോ മെറ്റീരിയൽ ഇവിടെ 50 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 50 തന്നെ എടുക്കുമോ? എടുക്കില്ല. കാരണം ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. എന്താണ് അഡീഷണൽ ഇൻഫോർമേഷൻ? At 60% capacity, it is estimated that raw material cost will increase by 2%. 50% കപ്പാസിറ്റിയിൽ എത്രയായിരുന്നു റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്? അതിനെന്താവും? 2% കൂടും റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്. എവിടെ എത്തുമ്പോ? 60% എത്തുമ്പോൾ. അതെങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പമാണ്. അവിടെ എങ്ങനെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് വരാന്ന് വെച്ചാല് 50 plus 2% of 50. ഇതാണ് ഇവിടെ വരിക. ഇവിടുത്തെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്. അതാണ് അവിടുത്തെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്. അതെങ്ങനെ വരും? 50 plus 2% of 50. 2% of 50 എന്ന് പറയുമ്പോൾ 1 ആണ്. That will come to be 51. ബാക്കി ഒന്നിനും നമുക്ക് വ്യത്യാസം പറഞ്ഞിട്ടില്ല. ബാക്കി എന്താണ്? അടുത്തത് ലേബർ ആണ്. ലേബർ വേരിയബിൾ ആണ്. നമ്മൾ ആ പഠിച്ച കോൺസെപ്റ്റ് ആലോചിക്കുക. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ 15 ആണ്. അതേപോലെ തന്നെ ഇവിടെ എന്ത് വന്നു? 15 വന്നു. ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ ചെയ്താൽ എളുപ്പമാണ്. ഇവിടെ പക്ഷേ ശ്രദ്ധിക്കണം, 10,000 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എത്ര യൂണിറ്റ്സ് ആണോ അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി 51 into 12,000, and that is 6,12,000. 6,12,000. അടുത്തത് 15 into 12,000, and that is 1,80,000. And the prime cost will come to be 66 and 7,92,000. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈം കോസ്റ്റ്. ഇനി ഇതേപോലെ തന്നെ ഫാക്ടറി എക്സ്പെൻസസിലേക്ക് വന്നാൽ
ഫാക്ടറി എക്സ്പെൻസസിലേക്ക് വന്നാൽ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ആ തിയറി നമ്മൾ വീണ്ടും നോക്കണം, നമ്മൾ ആ തിയറി വീണ്ടും ആലോചിക്കണം. എന്തായാലും നമ്മൾ ഫാക്ടറി ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. എന്തായിരുന്നു കോൺസെപ്റ്റ്? total fixed cost remains constant. Total fixed cost remains constant. അതായത് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് മാറില്ല? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് മാറില്ല. അപ്പോൾ 10,000 യൂണിറ്റ്സ് ആയാലും 60,000 12,000 യൂണിറ്റ്സ് ആയാലും എന്ത് 60,000 എന്ന് നമ്മൾ റെന്റിന്റെ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമുക്ക് 60,000 യൂണിറ്റ്സ് ആവുമ്പോൾ പെർ യൂണിറ്റ് എത്രയായി? 6 ആയി. പക്ഷെ ഇവിടെ പെർ യൂണിറ്റിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഫിക്സ്ഡ് കോസ്റ്റിന്റെ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ പറയുന്നു ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ ഒന്നുകൂടി നോക്കും. ഇവിടെ എത്ര വരും? 60,000 ഡിവൈഡഡ് ബൈ 12. അപ്പൊ പെർ യൂണിറ്റ് എത്രയാവും? പെർ യൂണിറ്റ് 5 ആവും. പെർ യൂണിറ്റ് 5 ആവും. അപ്പൊ പെർ യൂണിറ്റ് 5 ആവുമ്പോൾ ടോട്ടൽ ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ ബാലൻസ് എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? 10 into 12,000 and that will be 9 ആണ്. It is 9. Variable expense will be. അപ്പോൾ വേരിയബിൾ കോസ്റ്റിന് നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. വേരിയബിൾ കോസ്റ്റിന് നമ്മൾ എന്താ കോൺസെപ്റ്റ് പഠിച്ചിരുന്നു? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറില്ല. വേരിയബിൾ കോസ്റ്റിന്റെ മാറും. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ മാറും. അപ്പോൾ ഇവിടെ 9 കിട്ടിയത് ഇവിടെ എന്ത് തന്നെയായിരിക്കും? 9 തന്നെയായിരിക്കും. എന്ന് നമ്മൾ അവിടെ ചെയ്യാൻ പോയാലും എന്തായിരിക്കും? 9 തന്നെ. അപ്പൊ ഇവിടെ 9 into 12,000. 9 into 12,000 and that will be 1,08,000. അപ്പൊ നമുക്ക് ഫാക്ടറി കോസ്റ്റ് എത്ര കിട്ടും? ടോട്ടൽ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഫാക്ടറി കോസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 66 plus 5 plus 9 and that will be 80 and the total will be 9,60,000. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും ചെയ്യണം. പക്ഷെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും ആലോചിക്കുക, വ്യത്യാസം ഉണ്ടാവും. ഞാൻ ആ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ കോൺസെപ്റ്റ് അറിയാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ആ വേരിയബിൾ കോസ്റ്റിന്റെയും ഫിക്സ്ഡ് കോസ്റ്റിന്റെയും കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് decreases with increase in output. Total fixed cost remains constant. ഇവിടെ total fixed cost നോക്കാം 50,000 ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസിന്റെ 50% എന്ത് ഫിക്സ്. അപ്പോൾ 50,000 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 50,000 തന്നെ വരും. പക്ഷേ വ്യത്യാസം ഇല്ല. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് 50,000 ഡിവൈഡഡ് ബൈ 10,000 ആണ് പെർ യൂണിറ്റ് കിട്ടിയത്. അപ്പോൾ അത് എത്രയായിരുന്നു? 5 ആയിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെ വരിക? 50,000 ഡിവൈഡഡ് ബൈ 12,000 units and that will be 4.17. ഇതേപോലെ അടുത്ത വേരിയബിൾ കോസ്റ്റിന്റെ കോൺസെപ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ചസ് with, that is increases with increase in output and decreases with decrease in output and per unit variable cost എന്തായിരിക്കും? സെയിം ആയിരിക്കും. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്താവില്ല? മാറില്ല. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ എത്രയായിരുന്നു? ഇവിടെ 5 ആയിരുന്നു. അപ്പൊ ഇവിടെ എത്ര വരും? 5 തന്നെ വരും. അപ്പൊ ടോട്ടൽ എത്ര വരും? 5 into 12,000 units and that will be 60,000 and ഇത് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ 60% കപ്പാസിറ്റി ടോട്ടൽ കോസ്റ്റ് കിട്ടും and that will be equal to 89.17 and that is equal to 10,70,000. ഇത് നമുക്ക് 80% കപ്പാസിറ്റി. 80% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 16,000 യൂണിറ്റ്സ് ആണ് അതിൽ ചെയ്തത്. അതിൽ നമുക്ക് ഇൻഫോർമേഷൻ ഒന്നുമില്ല. ഇവിടെ ഇൻഫോർമേഷൻ എടുത്തുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റോ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ അതിൽ ഫസ്റ്റ് 80% റോ മെറ്റീരിയൽ കോസ്റ്റ് എത്ര? റോ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? റോ മെറ്റീരിയൽ കോസ്റ്റ് 80% ഇൻഫോർമേഷൻ നോക്കാം ക്വസ്റ്റ്യനിൽ. At 80% capacity, raw material cost will increase by 5%. Raw material cost will increase by 5%. അതായത് 50ൽ നിന്നും എന്താവും?
5% കൂടും. അപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് എത്ര വരും? 50 പ്ലസ് 5% ഓഫ് 50. ദാറ്റ് ഈസ് 50 പ്ലസ് 5% ഓഫ് 50. ഇവിടെ എത്ര വരികയെന്ന് വെച്ചാൽ 50 പ്ലസ് 5% ഓഫ് 50. അപ്പോൾ എത്ര വരും? 50 പ്ലസ് 5% ഓഫ് 50 and that will be 52.50. 52.50. 52.50 per unit ആവുമ്പോൾ ടോട്ടൽ എത്ര വരും? ഇൻറ്റു and that is equal to 8,40,000. 8,40,000. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ സെയിം രീതിയിൽ തന്നെ വരും. ഇവിടെ ഒരു വ്യത്യാസവും നമ്മളോട് പറഞ്ഞില്ല. അപ്പോൾ 15 തന്നെ എടുക്കും. and 15 into 16,000 and that will be equal to 2,40,000. and we will add this together and that will be 67.50 and this will be 10,80,000. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം. എന്തായാലും പ്രിൻസിപ്പിൾ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 50%ലും 60,000 ആയിരുന്നു, 12,000ലും എത്രയായിരുന്നു? 60. അതേപോലെ തന്നെ 16,000 അല്ലെങ്കിൽ 80% കപ്പാസിറ്റിയിലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഇതിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് ഫാക്ടറി എക്സ്പെൻസസിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് 60,000 തന്നെ കിടക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ പഠിച്ച സാധനം, പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കുറയും. എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കൂ. ഇവിടെ എത്രയായിരുന്നു? 10,000 യൂണിറ്റ്സ് ഉണ്ടാകുമ്പോൾ 6 ആയിരുന്നു. 12,000 യൂണിറ്റ്സ് ഉണ്ടാകുമ്പോൾ അത് കുറഞ്ഞ് എത്രയായി? 5 ആയി. ഇനി 16,000 യൂണിറ്റ്സ് ആകുമ്പോൾ എത്രയാവും? എങ്ങനെ കണ്ടുപിടിക്കുക? 60,000 divided by 16,000 and that will be equal to 3.75. അതാണ്. ഇനി അടുത്തത് വേരിയബിൾ ആണ്. വേരിയബിളിന്റെ കോൺസെപ്റ്റ് നമുക്ക് ഓർമ്മയുണ്ട്. വേരിയബിളിന്റെ കോൺസെപ്റ്റ് എന്താണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. ഈ കപ്പാസിറ്റി കൂടിയാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താവില്ല? മാറില്ല. ഇവിടെ നോക്കൂ, 10,000 ആവുമ്പോൾ പെർ യൂണിറ്റ് 9 തന്നെ, 12,000 ആവുമ്പോൾ 9 തന്നെ, 18,000 16,000 ആവുമ്പോൾ 9 തന്നെ. 9 into 16 and that will be equal to 1,44,000. and ഇതിന്റെ ടോട്ടൽ ആവും നമ്മുടെ എന്ത്? ഫാക്ടറി കോസ്റ്റ്. and the factory cost will come to be 80.20 and 80.20 into 16,000 or add this together you will get 12,84,000. ഇനി ഇതേപോലെ തന്നെ ഈ സെയിം സാധനം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ കിട്ടും. 50,000 ഇവിടെ ഇതാണ് ഫിക്സ്ഡ് എക്സ്പെൻസ് ആണ്, മാറില്ല. 50,000 divided by 16, അപ്പോൾ അത് എത്ര വരും? 3.13 വരും. അതേപോലെ തന്നെ വേരിയബിൾ സെയിം ആണ്, 5 തന്നെ വരും. 5 into 16 and that will be equal to 80,000 and this will bring us to the total cost at 80% capacity that will be equal to 88.38 and this is 14,14,000. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്തായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് സ്പേസിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ കോസ്റ്റ് വരെ ചെയ്തുള്ളൂ. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ ഇങ്ങനെയൊന്നും വരില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? പ്രോഫിറ്റ് എത്രയാണ്, ഓരോ ലെവലിലുള്ള പ്രോഫിറ്റും നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിച്ചത് കോസ്റ്റ് ആണ്. എത്ര രൂപ നമുക്ക് ചെലവായി അല്ലെങ്കിൽ ചെലവാവും, ബഡ്ജറ്റാണ്. അപ്പൊ ചെലവാവും എത്രയാണ്? നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 90. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെയിൽസുമായിട്ട് ടോട്ടൽ കോസ്റ്റിനെ നമുക്കറിയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെയിൽസ്. ടോട്ടൽ കോസ്റ്റിനെ കാട്ടി എത്ര കൂടുതൽ പൈസക്കാണോ നിങ്ങൾ സാധനം വിറ്റത്, നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് ടോട്ടൽ കോസ്റ്റിനെ കാട്ടി എത്ര കൂടുതലാണോ അതാണ് നമ്മൾ എന്ത് എന്ന് പറയാം, പോർഷനാണ് നമ്മൾ എന്ത് പ്രോഫിറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽസ് ഓർ സെല്ലിംഗ് പ്രൈസ്. ഇത് നമുക്ക് ഓർമ്മ ഉള്ളൊരു സാധനമാണ് അല്ലേ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഓർമ്മ ഉള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ടോട്ടൽ കോസ്റ്റ്, നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയോ? അറിയാമോ? സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയാം. നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്താണ് പറയുന്നത് ക്വസ്റ്റ്യനില് നോക്കുക. അറ്റ് 50% കപ്പാസിറ്റി നമ്മളോട് പറഞ്ഞിരുന്നു 90 per യൂണിറ്റ് കോസ്റ്റ് ഉള്ള സാധനം നമ്മൾ വിൽക്കുന്നത് എത്രക്കാണ്? 90 per യൂണിറ്റ് കോസ്റ്റ്
നമ്മൾ വിൽക്കുന്നത് 90ക്കാണോ? വിൽക്കുന്ന 90ക്ക് അല്ല. എത്രക്കാണ് നമ്മൾ വിൽക്കുന്നത്? We sell it at 100. അപ്പൊ 100ന് വിൽക്കുമ്പോൾ നിങ്ങൾ നോക്കുക പ്രോഫിറ്റ് എത്ര ഉണ്ടാവും നോക്കൂ. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് നമ്മുടെ സെയിൽസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് 100 ആണ്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 90 ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്ര വരും? നമ്മുടെ പ്രോഫിറ്റ് 10 വരും. ഒരു യൂണിറ്റിന് 10. അങ്ങനെയാണെങ്കിൽ 10,000 യൂണിറ്റ്സിന് എത്ര? 10,000 യൂണിറ്റ്സിന് that will be 1 lakh. 10,000 യൂണിറ്റ്സിന് become 1 lakh and 9 lakh plus 1 lakh and this will be 10 lakh ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് വരുന്നത്. 1 lakh ആണ് നമ്മുടെ 50% കപ്പാസിറ്റിയിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. ഇനി ഇതേപോലെ നമുക്ക് എന്തിലും കണ്ടുപിടിക്കണം? 60%ലും 80%ലും കണ്ടുപിടിക്കാം. പക്ഷേ 60%ലും 80%ലും കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊരു ഇൻഫോർമേഷൻ തന്നിരുന്നു, ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിരുന്നു. ഉണ്ടായിരുന്നു നമുക്ക് 60% കപ്പാസിറ്റി അകത്ത് 2 ഇൻഫോർമേഷൻ ആണ്. ഒന്ന് എന്ത് ചെയ്യണം? റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് 2% ഡിക്രീസ് ചെയ്യണം. അത് നമ്മൾ ചെയ്തു. എന്തിനെ ബേസ് ആക്കി എടുത്തുകൊണ്ട് 10,000 യൂണിറ്റ്സിന്റെ ബേസ് ആക്കി എടുത്തുകൊണ്ട് 2% നമ്മൾ കുറച്ചു. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞത് സെല്ലിംഗ് പ്രൈസും എന്ത് ചെയ്യണം? 5% കുറയ്ക്കണം. 5% കുറയ്ക്കണം. അതായത് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? 5% കുറയ്ക്കണം. ഇവിടെ സെല്ലിംഗ് പ്രൈസ് 100 ആയിരുന്നു. അപ്പോ ഇവിടെ എത്ര പെർസെന്റേജ് കുറയ്ക്കുന്നതാണ്? 60% കപ്പാസിറ്റിയിൽ എത്ര കുറയ്ക്കുന്നതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്? 2% കുറയ്ക്കുന്നതാണ്. അപ്പൊ 100ന്റെ 2% കുറയ്ക്കണം. അപ്പൊ ഇവിടെ എത്ര വരും? നമ്മുടെ സെല്ലിംഗ് പ്രൈസ്? ഇവിടെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 100 minus 2% of 100. 100 minus 2% of 100. That is equal to 100 minus 2 and that is equal to 98. ഇവിടെ നമുക്ക് എത്ര വരും? 98 വരും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 98 വരും. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ മനസ്സിലാവും പ്രോഫിറ്റ് എത്ര പെർ യൂണിറ്റ്. പ്രോഫിറ്റ് പെർ യൂണിറ്റ് വരുന്നത് 8.83. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ എടുക്കും. എങ്ങനെയാണ് വരുന്നത്? 1,06,000 പ്രോഫിറ്റും അതേപോലെ തന്നെ 11,76,000. ഇതേപോലെ തന്നെയാണ് ഏത് കേസിലും വരിക? അടുത്ത കേസിലും വരിക. പക്ഷെ അടുത്ത കേസിൽ വ്യത്യാസമുണ്ട്. 80% കപ്പാസിറ്റിയില് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2% ആണോ ഡിക്രീസ് ആവുന്നത്? അല്ല, 5% ആണ്. അപ്പൊ അതെങ്ങനെ വരും? 100. ഇവിടെ എങ്ങനെയാ വരിക? ഇവിടെ നമ്മൾ 100 minus 2% ചെയ്തു. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഇവിടെ വരിക എങ്ങനെയാന്ന് വെച്ചാല് 100 minus 5% of 100. 100 minus 5% of 100, that is equal to 100 minus 5 and that is equal to 95. And that is equal to 95. So the difference എത്ര വരും? 6.62. Profit എത്ര വരും? 6.62. അപ്പോൾ profit എത്ര വരും? The profit will be 1,60,000 itself. The profit will be 1,60,000 and the sales value will be 15,20,000. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് നമ്മുടെ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇത് എന്തിനാണ് വരച്ച് ഇതിന്റെ അപ്ലിക്കേഷൻ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞു വെച്ചാൽ മാത്രം പോലെ ഇത് എന്താ ഇതിന്റെ അപ്ലിക്കേഷൻ എന്താ? നമ്മളിപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് ചെയ്തു. ഓരോ ലെവൽ ഓഫ് കപ്പാസിറ്റിയിലും നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് എത്ര വരും? ഓരോ 10,000-ൽ നിന്ന് 12,000-ലേക്ക് നമ്മുടെ യൂണിറ്റ്സ് കപ്പാസിറ്റി കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്താ ചെയ്യുന്നത്? ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഫിറ്റ് എന്താ ചെയ്യുന്നത്? കൂടുക ചെയ്യുന്നത്. അതേപോലെ അത് 80% ആക്കിയാലോ വീണ്ടും കുറയും. പക്ഷെ പ്രോഫിറ്റ് അപ്പോഴും വലിയ വ്യത്യാസമൊന്നും. അപ്പൊ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക?